കൊട്ടിയൂരിൽ പുഴയിൽ കുളിക്കുന്നതിനിടെ കുട്ടി ഒഴുക്കിൽപ്പെട്ടു. പ്രദേശത്തുണ്ടായിരുന്ന യുവാക്കൾ കുട്ടിയെ രക്ഷപ്പെടുത്തി. കണ്ണൂർ കൊട്ടിയൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കൊട്ടിയൂരിൽ ഒരു കുട്ടി ഒഴുക്കിൽപ്പെട്ടു. പ്രദേശത്തുണ്ടായിരുന്ന യുവാക്കൾ ആ കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഫെലിക്സ്, കുട്ടിയെ രക്ഷിക്കാനായി എന്നത് വലിയ ആശ്വാസമാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെ രക്ഷിക്കാനായി? അവിടെ ഒഴുക്കുള്ള സ്ഥലമാണ്. ഇത് ഏത് പുഴയാണ്? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ, നമുക്കറിയാം കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സമയമാണ്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി ഈ അച്ഛനോടൊപ്പം എത്തിയതായിരുന്നു കുട്ടി. അങ്ങനെ ബാവലി പുഴയിൽ കുളിച്ചതിന് ശേഷമാണ് അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഈ കുട്ടി ഒഴുക്കിൽപ്പെട്ടത്. അവിടെ പ്രദേശത്ത് യുവാക്കളുണ്ടായിരുന്നു. ആ യുവാക്കൾ ഉടനെ എത്തി ഈ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയാണ് ഉണ്ടായത്. ആ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശക്തമായ മഴയാണ്. ഇന്നലെയും ഇന്നുമായി കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നുണ്ട്. ബാവലിപ്പുഴയിലടക്കം ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെ ആണ്, നല്ല ഒഴുക്ക് ഉള്ള ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒഴുക്കിൽപ്പെട്ട് ഈ കുട്ടി പോയത്. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യുവാക്കൾ കൃത്യമായി ഇടപെട്ടു. വളരെ ആശ്വാസകരമായ ഒരു ദൃശ്യമാണ്. അതേസമയം നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഈ ജൂൺ മാസം അറിയാമല്ലോ, ഇത് കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന സമയമാണ്. കൊട്ടിയൂരിലേക്ക് ഭക്തജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നതിൻ്റെ കണക്ക് അത് ഒരുപക്ഷെ അവിടെ പോകാത്ത ആളുകൾക്ക് അത്രത്തോളം എത്ര പറഞ്ഞാലും മനസ്സിലാക്കണമെന്നില്ല. മണിക്കൂറുകൾ നീണ്ട ക്യൂവും ഗതാഗത തടസ്സവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. മഴക്കാലം കൂടിയാണ്. അതിനിടയിലാണ് കൊട്ടിയൂരിലേക്ക് വന്ന ഒരു കുട്ടി പുഴയിൽ കുളിക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ടു പോയത്. ആ ദൃശ്യമാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഞങ്ങൾ ഫെലിക്സ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, കൊട്ടിയൂരിൽ ഇപ്പോൾ ഉത്സവത്തിന്റെ സമയമാണ്. കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന സമയമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ശക്തമായ മഴ, അതിനൊപ്പം തന്നെ വലിയ ഒഴുക്കുമുണ്ട്. അപ്പോൾ പ്രത്യേകം ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതാണ്. ഭാഗ്യത്തിനാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചത്. യുവാക്കൾ ഇറങ്ങി കുഞ്ഞിനെ രക്ഷിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ പറയൂ ഫെലിക്സ്. സാധാരണ നമുക്കറിയാം, കൊട്ടിയൂർ ഉത്സവം തുടങ്ങുന്നത് ജൂൺ മാസത്തിലാണ്. ആ സമയത്ത് തുടക്കത്തിൽ വലിയ മഴ നമുക്ക് കേരളത്തിൽ ലഭിക്കാറില്ല. സ്വാഭാവികമായിട്ടും തുടക്ക സമയത്തിൽ ഇത്രയും വലിയ രീതിയിൽ ജലനിരപ്പ് നദിയിൽ ഉയരാറുമില്ല. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്. മെയ് അവസാന സമയത്തും പിന്നീട് ജൂൺ തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ മഴയുണ്ടായി. അങ്ങനെയാണ് ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഇങ്ങനെ ഒരു സംഭവം നടക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാവലിപ്പുഴയിൽ കുളിച്ച് ഈർന്നണിഞ്ഞാണ് ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് ദർശനത്തിനായി ഭക്തജനങ്ങൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് ഈ പിതാവിനോടൊപ്പം ഈ കുട്ടിയും എത്തി. അവിടെ ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, രണ്ടാം ശനിയാഴ്ചയാണ്. അതുകൊണ്ട് വലിയ തിരക്ക് ആണ്. ഇപ്പോൾ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നൊരു സമയമാണ്. അങ്ങനെ അവിടെ എത്തി അങ്ങനെ കുളിക്കുന്ന സമയത്താണ് ഈ കുട്ടി ഒഴുക്കിൽപ്പെട്ടു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഉണ്ടായ യുവാക്കൾ വളരെ വേഗം ഇടപെട്ടു എന്നതാണ്. ആ കുട്ടിയെ വേഗം അവിടെ നിന്നും രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ശക്തമായ മഴയുണ്ട്, ഒഴുക്കുണ്ട്. അപ്പോൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ പുഴയിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് ജലനിരപ്പ് നദിയിൽ ഉയരുന്നുണ്ട്. അതിവേഗം മഴ ഉണ്ടാവുന്നുണ്ട്. മഴ കനത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം. ഏതായാലും ഇതൊരു ആശ്വാസത്തിൻ്റെ വാർത്തയാണ്. കാരണം ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ യുവാക്കൾക്ക് രക്ഷപ്പെടുത്തി തിരികെ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത്.